ഒരു നിസ്സാര കാര്യം പോലും പറഞ്ഞിട്ട് അതുപോലും സാധിച്ചു തരാൻ പത്രത്തിനെ കൊണ്ട് പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത്? എന്റെ സുമിത്ര, ഇത് നിനക്ക് നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ എനിക്കത് അങ്ങനല്ല. നിന്നിപ്പോ ടൂർ പോണോന്ന് പറഞ്ഞാ അതിന് കാശ് വേണ്ടേ, സമയം വേണ്ടേ? കാശിന്റെ കാര്യം ഓർത്ത് പവിത്രേട്ടൻ വിഷമിക്കണ്ട. കാശ് ഞാൻ തരാന്ന് പറഞ്ഞില്ലേ, സമയം ഒപ്പിച്ചൊന്ന് കൂടെ വരാവോ? എന്തായാലും ഒരു 2 ആഴ്ചത്തേക്ക് എനിക്ക് സമയമില്ല. കാരണം കുറെ കച്ചവടങ്ങളൊക്കെ പിടിച്ചു വെച്ചിരിക്കുക. അതിന്റെ പാർട്ടിക്കാർ വരാൻ നേരത്തെ ബ്രോക്കർ ഇല്ലെന്ന് അറിയിച്ചാൽ ആമ്പിള്ളേർ കൊണ്ടുപോകുന്നത്. പവിത്രേട്ടന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ടൂർ പോകാന്ന് വെച്ചാലേ ഈ ജന്മത്തെ നടക്കില്ല. പവിത്രേട്ട കല്യാണം കഴിഞ്ഞ് പുതുമോടിയില്ല ഹണിമൂൺ പോകുന്നു. നീ എത്ര കിടന്ന് വാശി പിടിച്ചാലും ശരി, ഇത് നടക്കത്തില്ല. ശരി, പവിത്രേട്ടന്റെ തീരുമാനം അതാണെങ്കിലേ എനിക്കുണ്ട് ചില തീരുമാനങ്ങളും. ഇന്ന് തൊട്ട് എന്റെ ആവശ്യം നടത്തി തരുന്നിടം വരെ പവിത്രേട്ടൻ എന്റെ ബെഡ്റൂമിൽ കയറാൻ പാടില്ല. നമ്മൾ രണ്ടുപേരും 2 ബെഡ്റൂമിൽ കിടക്കും. അല്ല, അത് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരി. അങ്ങനെ തന്നെ പറയും ഞാൻ. സുമിത്രയ്ക്ക് വാക്കൊന്നേ ഉള്ളൂ. അപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ടല്ലോ, പോയി വൃത്തിയാക്കിട്ട് അവിടെ കിടന്നോ. ഇന്ന് മുതൽ നമ്മൾ രണ്ടുപേരും 2 വഴിക്കുക. അല്ല, അങ്ങനെ ഞാൻ സുമിത്രേ എന്നിട്ട് എന്നാ പോന കുറച്ചു നേരമൊക്കെ ഞാൻ ഇങ്ങനെ മസിൽ പിടിച്ചൊക്കെ നടന്ന്. ഈ കല്യാണത്തിന് മുമ്പുള്ള ജീവിതം അല്ലല്ലോ കല്യാണം കഴിയാൻ നേരത്ത്. അവളില്ലാതെ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുന്നേ. പിന്നെ അവസാനം കറങ്ങി തിരിച്ച് ഞാനങ്ങ് ചെന്ന്. സുമിത്രേ, തന്നെ നീ പിണങ്ങല്ലേ? ഈ മുറിയിൽ കയറരുതെന്ന് ഞാൻ പറഞ്ഞതാ നിങ്ങളോട്. നീ ഇല്ലാതെ എനിക്കൊരു സന്തോഷമില്ലേ? ഇല്ലാത്ത സന്തോഷമൊക്കെ മതി. അതല്ല, നീ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ അപ്പുറത്തെ മുറിയിൽ പോയി കിടക്കുന്നത്? ഡേ, നീ നോക്കിയേ, നിനക്ക് ടൂർ പോകണമെന്നല്ലേ ഉള്ളൂ. ഞാൻ ടൂർ പോകാൻ സമ്മതിച്ചിരിക്കുന്നു. സത്യം. നിനക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി, അവിടെ ഞാൻ കൊണ്ടുവരും. നീ എൻ്റെ ചക്കരയല്ലേ, നിന്നെ മുത്തല്ലേ? സുമിത്രേ, ഇന്നൊരു കേസുണ്ടേ. ഞാനിന്ന് ഡോക്ടറൊക്കെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ആലീസ് ഡോക്ടറുടെ ഭയങ്കര ബഹളം. ആലീസിന്റെ ഒക്കെ നാട്ടിൽ എന്തോ ഫംഗ്ഷൻ ഉണ്ട്, ആലീസിന് പോകണമെന്ന്. ഡോക്ടർക്കാണ് ലീവ് ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു പറ്റില്ലെന്ന്. ഈ കാര്യവും പറഞ്ഞുകൊണ്ട് 2 പേരോട് എന്റെ ദൈവമേ എന്നാ ബഹളമായിരുന്നു അറിയോ. അതവിടെ സ്ഥിരം പരിപാടിയല്ലേ. പക്ഷെ വേറൊരു കാര്യം, ഇവരുടെ സ്ഥിരം വഴക്കിന് എന്റെ ഒരു പുതിയ ഐഡിയ ഞാൻ ഉപദേശിച്ചു കൊടുത്തു. എന്താ ഐഡിയ? അതായത് ഒരു പ്രാവശ്യം ഞാനും നീ കൂടെ എനിക്ക് ടൂർ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് ബഹളം വെച്ച് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലേ പോകാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. നീ ബഹളം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നീ എന്നോട് എന്നാ പറഞ്ഞേ, ഇന്ന് മുതൽ എന്റെ മുറിക്കകത്ത് നിങ്ങൾ കിടക്കണം, നിങ്ങൾ അപ്പുറത്ത് മുറിക്കകത്ത് പോയി കിടന്നാൽ മതി, അങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി. നീ പിണങ്ങി ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? നീ ഓർക്കുന്നുണ്ട്. അവസാനം എന്തുണ്ടായി? ഞാൻ കറങ്ങി തിരിഞ്ഞ് നിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്കിന്ന് ടൂറിന് പോകാന്നൊക്കെ പറഞ്ഞ് നീ സമ്മതിച്ച് ഓർക്കുന്നില്ലേ? ഈ ഐഡിയ നേരെ ഞാൻ ആലീസിനങ്ങ് പറഞ്ഞു കൊടുത്തു. ഇന്ന് ആലീസിന്റെ റൂമിന്റെ വെളിയിലാണ് ഡോക്ടർ കിടക്കുന്നത്. എങ്ങനെയുണ്ട്? എന്തൊരു നാണം കെട്ട മനുഷ്യനാണ് നിങ്ങള്. ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്ന രഹസ്യങ്ങൾ ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ വിളിച്ചു നടക്കാൻ കൊള്ളാവോ? അത് ഒരു സ്ത്രീയോട്. അതിനിപ്പോ എന്നെ കുഴപ്പം എന്നാന്ന് എങ്കിൽ പിന്നെ അതിന് ശേഷം വീട്ടിൽ നടന്ന കാര്യങ്ങളും കൂടെ അങ്ങ് വിളമ്പിക്കൂടായിരുന്നോ? ഞാൻ ഇനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? കേട്ടവൻ ഇതിനകത്ത് ഇപ്പൊ ഇത്ര നാണിക്കാൻ എന്നായിരിക്കുന്നത്? അയ്യോ, നിങ്ങൾക്ക് നാണക്കേടൊന്നും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് നാണക്കേടുണ്ട്. ഇന്നോട്ടെ നിങ്ങൾ എന്റെ കൂടെ ആ ബെഡ്റൂമിൽ കിടക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് കിടന്നോളാം അവിടെ. ഇല്ലെങ്കിൽ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളും കൂടെ മൈക്ക് വെച്ചിട്ട് നിങ്ങൾ നാട് മൊത്തം അറിയിക്കും. ഞാൻ അങ്ങനെ എന്റെ ഭഗവാൻ, ഇത് ഇത്ര വലിയ പ്രശ്നമായിരുന്നു.